നമ്മുടെ സ്വന്തം ഭാവന ആങ്കർ ആവുന്ന പ്രോഗ്രാം കുക്ക് വിത്ത് കോമഡി ഏഷ്യാനെറ്റിൽ വരാൻ പോവാണ്. അതും ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളുമായിട്ട്. അതെ, ഇത് പൊളിക്കും. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അല്ലാതെ നമുക്ക് വേറെ ഒരു റിയാലിറ്റി ഷോ ഒരു വർഷത്തിൽ എൻജോയ് ചെയ്യാൻ കിട്ടാറില്ല. അഥവാ ഒരു അടിപൊളി ഷോ കിട്ടണമെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ നമ്പർ 1 ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിൽ തന്നെ വരെയും വേണം. അങ്ങനെ അതാ മക്കളെ, കുക്ക് വിത്ത് കോമഡി ഈസ് ബാക്ക് വിത്ത് സീസൺ 2 ആൻഡ് നമ്മൾ തുടങ്ങുകയാണ് കുക്ക് വിത്ത് കോമഡിയുടെ റിവ്യൂ. കുക്ക് വിത്ത് കോമഡിക്ക് റിവ്യൂ. അതേ മക്കളെ, കുക്ക് വിത്ത് കോമഡിക്ക് റിവ്യൂ ഉണ്ട്. നിങ്ങൾ പലർക്കും അത് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇവിടെ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ഉള്ളതുപോലെ തന്നെ കുക്ക് വിത്ത് കോമഡിക്കൊക്കെ റിവ്യൂ ഉണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഇല്ലാത്തത്. കാരണം നമ്മൾ ഒരേ ഒരു സീസണേ വന്നിട്ടുള്ളൂ. അതാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു സീസൺ ആയും പോയി. നമ്മുടെ ബാക്കിയുള്ള ഭാഷകളിലെ കുക്ക് വിത്ത് കോമാളികൾ പോലെ ആയിരുന്നില്ല നമ്മുടെ മലയാളത്തിന്റെ കുക്ക് വിത്ത് കോമഡി. അപ്പൊ കുക്ക് വിത്ത് കോമഡിയുടെ ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ബിഗ് ബോസ് താരങ്ങൾ വരും, എന്താണ് ഇതിനകത്ത് റിവ്യൂ, എന്താണ് ഇതിനകത്ത് ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തമിഴ് റിയാലിറ്റി ഷോ ഉണ്ട്. ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോ ആണ്. ഇറ്റ്സ് നോട്ട് ഓൺലി റിലേറ്റഡ് ടു കുക്കിംഗ് ബട്ട് ഓൾസോ അതിനകത്ത് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിട്ട് ടാസ്കുകളൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു കുക്കിംഗ് പ്രോഗ്രാം ആണ്. ഓൾറെഡി ഇത് 6 സീസൺസ് തമിഴിൽ കഴിഞ്ഞു. 6 സൂപ്പർ ഹിറ്റ് സീസൺസ് ആണ്. നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ തമിഴകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിഗ് ബോസ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ കുക്ക് വിത്ത് കോമാളി റിയാലിറ്റി ഷോയ്ക്കാണ്. ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ കുക്ക് വിത്ത് കോമാളിയുടെ ഒരു മലയാളം